നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചില സാധനങ്ങളുണ്ടോ? വർഷങ്ങളായി ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ, ഒരിക്കലും വായിക്കാത്ത പുസ്തകങ്ങള്, പൊട്ടിയ കളിപ്പാട്ടങ്ങള്, കാലാവധി കഴിഞ്ഞ പേപ്പറുകൾ, എന്തിന് വാങ്ങിയെന്ന് പോലും ഓർമ്മയില്ലാത്ത പല സാധനങ്ങൾ. എന്നാൽ ഇതെല്ലാം അലമാരയും വീടും മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെയും നിറയ്ക്കുന്നുണ്ടെന്ന് അറിയാമോ? ജാപ്പാനീസുകാർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് സന്തോഷം തരാത്ത സാധനങ്ങൾ വീട്ടിൽ വെക്കരുത്. ഇതിനെ തന്നെയാണ് സ്പാർക്ക് ജോയ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്പാർക്ക് ജോയ് മെത്തേഡ്, എന്തുകൊണ്ട് ജാപ്പാനീസുകാർ ഈ രീതിയെ പിന്തുടരുന്നു, നമ്മുടെ മലയാളി എങ്ങനെ വീടുകളിൽ ഇത് പ്രയോഗിക്കാം എന്ന് നമുക്ക് നോക്കിയാലോ? വെറും ഒരു ദിവസം കൊണ്ട് എങ്ങനെ വീട് ലളിതവും മനസ്സും ശാന്തവുമാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. കാരണം അവസാനം പറയുന്ന ഒരു ചെറിയ ടിപ്പ് നിങ്ങളുടെ വീട് മാത്രമല്ല, ജീവിതവും മാറ്റിയേക്കാം. സ്പാർക്ക് ജോയ് മെത്തേഡ് ലോകമെമ്പാടും പ്രശസ്തമാക്കിയത് മേരി കോണ്ടോ എന്ന ജാപ്പാനീസ് ഓർഗനൈസിംഗ് എക്സ്പേർട്ട് ആണ്. അവരുടെ ആശയം വളരെ ലളിതമാണ്. ഒരു സാധനം കയ്യിലെടുക്കുക, അപ്പോൾ സ്വയം ചോദിക്കുക, ഈ സാധനം എനിക്ക് സന്തോഷം തരുന്നുണ്ടോ? ഉത്തരം അതെ എന്നാണെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുക. ഉത്തരം അല്ല എന്നാണെങ്കിൽ നന്ദി പറഞ്ഞ് വിട പറയുക. ആദ്യമായി കേൾക്കുമ്പോൾ ഇത് അല്പം വിചിത്രമായി തോന്നാം. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വീട്ടിൽ എത്ര സാധനങ്ങൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഉപയോഗിക്കുന്നതിനല്ല, ഒരിക്കൽ വേണമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും തന്നതാണ്, ഇത് കളയാൻ മനസ്സില്ല, പണം കൊടുത്ത് വാങ്ങിയതാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഇതിന്റെ ഫലം എന്താണ്? വീട് നിറയുന്നു, അലമാര നിറയുന്നു, മനസ്സ് ക്ഷീണിക്കുന്നു. ഇനി നമുക്ക് ക്ലട്ടർ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. രാവിലെ എഴുന്നേറ്റപ്പോൾ അലമാര തുറക്കുന്നു, ഡ്രസ്സുകൾ നിറഞ്ഞിരിക്കുന്നു, പക്ഷെ ധരിക്കാൻ ഒന്നുമില്ലെന്ന് തോന്നുന്നു. ഇത് പല വീട്ടമ്മമാരുടെയും അനുഭവമാണ്. കാരണം അധികം സാധനങ്ങൾ അധിക തിരഞ്ഞെടുപ്പുകൾ സൃഷ്ടിക്കുന്നു. അധിക തിരഞ്ഞെടുപ്പുകൾ മാനസിക ക്ഷീണം ഉണ്ടാക്കുന്നു. ഒരു വസ്തു കണ്ടെത്താൻ പോലും സമയം പോകുന്നു. വീട് എപ്പോഴും വൃത്തിയാക്കേണ്ട അവസ്ഥയാകുന്നു. പലർക്കും വീട് വൃത്തിയാക്കാൻ മടി വരുന്നതിന്റെ കാരണം മടിയല്ല, അത് കൂടുതൽ സാധനങ്ങളാണ്. ജാപ്പാനീസുകാർ ആദ്യം സാധനങ്ങൾ കുറയ്ക്കുന്നു, പിന്നീട് വൃത്തിയാക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ വീടുകൾ ചെറുതായിട്ടും വൃത്തിയായിട്ടും തോന്നുന്നത്. സ്പാർക്ക് ജോയ് മെത്തേഡ് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കിയാലോ? ആദ്യം എല്ലാ വസ്തുക്കളും പുറത്തെടുക്കുക. ഉദാഹരണത്തിന് ഡ്രസ്സുകൾ. അലമാരയിലുള്ള എല്ലാ ഡ്രസ്സുകളും പുറത്തിടുക. നിങ്ങൾ തന്നെ ശരിക്കും ഞെട്ടും. ഇത്രയും ഡ്രസ്സുകൾ എനിക്കുണ്ടോ എന്ന് തോന്നൽ വരും. ഇനി ഓരോ ഡ്രസ്സും കയ്യിലെടുത്ത്, ഈ ഡ്രസ്സ് ധരിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടോ? ഇത് എനിക്ക് ഇഷ്ടമാണോ? ഞാൻ വീണ്ടും ഇത് ധരിക്കുമോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ വിട പറയുക. എന്നാൽ ഇതിന് കുറ്റബോധം വേണ്ട. പലരും പറയുന്നത് ഇത് വില കൂടിയതാണ്, ആരോ സമ്മാനിച്ചതാണ്. പക്ഷേ ഒരു വസ്തുവിന്റെ ജോലി നിങ്ങളെ സന്തോഷിപ്പിക്കലാണ്. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് സൂക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ക്ലട്ടർ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? അതിലൊന്നാമത്തേതാണ് അലമാര. വർഷങ്ങളായി ഉപയോഗിക്കാത്ത സാരികൾ, ചെറുതായി പോയ ഡ്രസ്സുകൾ, പഴയ യൂണിഫോമുകൾ. രണ്ടാമത്തേതാണ് അടുക്കള. ഡ്യൂപ്ലിക്കേറ്റ് പാത്രങ്ങൾ, പൊട്ടിയ ബോക്സുകൾ, കാലിയായ കണ്ടെയ്നറുകൾ. മൂന്നാമത്തേതാണ് പേപ്പറുകൾ. പഴയ ബില്ലുകൾ, കാലാവധി കഴിഞ്ഞ രേഖകൾ, അനാവശ്യമായ പേപ്പറുകൾ. നാലാമത്തേതാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, പൊട്ടിയവ, ആരും ഉപയോഗിക്കാത്തവ. അഞ്ചാമത്തേതാണ് കോസ്മെറ്റിക്സ്, കാലാവധി കഴിഞ്ഞ ക്രീമുകൾ, ഉപയോഗിക്കാത്ത മേക്കപ്പ് സാധനങ്ങൾ. ഇവയെല്ലാം വീട്ടിൽ സ്ഥലം മാത്രമല്ല, നിങ്ങളുടെ മനസ്സിലെ ഊർജവും പിടിച്ചെടുക്കുന്നു. അടുത്തതായി സ്പാർക്ക് ജോയ് മെത്തേഡിന്റെ ഗുണങ്ങൾ നോക്കിയാലോ? 6 ഗുണങ്ങളാണ് ഉള്ളത്. വീട് വൃത്തിയാക്കാൻ സമയം കുറയും, വസ്തുക്കൾ എളുപ്പം കണ്ടെത്താം, മാനസിക സമ്മർദ്ദം കുറയും, വീട്ടിൽ കൂടുതൽ സ്ഥലം ലഭിക്കും, പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കാൻ പഠിക്കും, വീട് ശാന്തവും മനോഹരവുമാകും. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചലഞ്ച് തരാം. ഇന്ന് വെറും 10 മിനിറ്റ് മാത്രം മാറ്റിവെക്കൂ. അലമാര തുറക്കൂ, 5 ഡ്രസ്സുകൾ പുറത്തെടുക്കുക, ഓരോന്നും കയ്യിലെടുക്കുക, സ്വയം ചോദിക്കൂ, ഇത് എനിക്ക് സന്തോഷം തരുന്നുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നന്ദി പറഞ്ഞ് ആർക്കെങ്കിലും കൊടുക്കൂ. റീസൈക്കിൾ ചെയ്യൂ, അല്ലെങ്കിൽ മാറ്റിവെക്കൂ. ഈ ചെറിയ ചലഞ്ച് നിങ്ങളുടെ വീട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ജാപ്പാനീസുകാരുടെ സ്പാർക്ക് ജോയ് മെത്തേഡ് വീടിനെ മാത്രം വൃത്തിയാക്കുന്ന ഒരു വിദ്യയല്ല, ഇതൊരു ജീവിത ശൈലിയാണ്.
നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന വസ്തുക്കൾ മാത്രം സൂക്ഷിക്കൂ. ബാക്കിയുള്ളവയ്ക്ക് നന്ദി പറഞ്ഞ് വിട പറയൂ. കാരണം കുറഞ്ഞ സാധനങ്ങൾ, കൂടുതൽ സമാധാനം, കൂടുതൽ സന്തോഷം. അതാണ് സ്പാർക്ക് ജോയ് മെത്തേഡ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കാനും മറക്കല്ലേ.